ഈ ലോകം കേട്ടിട്ടുള്ളതിൽ വെച്ച്, കണ്ടിട്ടുള്ളതിൽ വെച്ച്, അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രസംഗം. ഞാൻ പറയും, ഒരൊറ്റ വാചകത്തിലുള്ള പ്രസംഗമാണ് ഏറ്റവും വലിയ പ്രസംഗം. ആ വാചകം ഇതാണ്: മനസ്സാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാണ് ലോകം കണ്ടിട്ടുള്ളതിൽ, കേട്ടിട്ടുള്ളതിൽ, അറിഞ്ഞിട്ടുള്ളതിൽ, അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രസംഗമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. തോന്നൽ മാത്രമല്ല, അതാണ് സത്യം. എല്ലാ പ്രസംഗങ്ങളുടെയും അടിസ്ഥാനവും ആത്യന്തികവുമായ ലക്ഷ്യം, ഉദ്ദേശം ഈ പ്രസംഗത്തിലാണ്. അത് കൺവെൻഷൻ പ്രസംഗമായാലും, ധ്യാനപ്രസംഗമായാലും, പള്ളിപ്രസംഗമായാലും, സുവിശേഷ യോഗമായാലും, ഏത് പ്രസംഗം നടത്തിയാലും എല്ലാ പ്രസംഗങ്ങളുടെയും അടിസ്ഥാനവും അൾട്ടിമേറ്റ് സ്റ്റേജും ഇതാണ്: റിപ്പന്റ്, കിങ്ഡം ഓഫ് ഹെവൻ അറ്റ് ദിസ് എൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെടുവീ. ഇതിനപ്പുറത്തൊരു പ്രസംഗമില്ല. ബഹുമാനപ്പെട്ട കുര്യൻ ദാനിയേലച്ചൻ എൻ്റെ ഗുരുനാഥനും ആത്മീയപിതാവും മെൻ്ററും. അച്ഛൻ്റെ കൺവെൻഷൻ പ്രസംഗങ്ങളും സുവിശേഷ യോഗങ്ങളും ഒക്കെ കേട്ട് ആധ്യാത്മിക രംഗത്തേക്ക് വന്ന ഒരു 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 ശുശ്രൂഷക്കാരുടെ നിലയിൽ അച്ഛനോടിപ്പം ചോദിക്കുക, അച്ഛൻ എത്ര പ്രസംഗം നടത്തിയിട്ടുണ്ടത്? ഇത്രയും ജീവിത കാലഘട്ടത്തിൽ അച്ഛൻ എത്ര പ്രസംഗം നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പ്രസംഗം അച്ഛൻ നടത്തിയിട്ടുണ്ട്. ഞാൻ പത്തനംതിട്ട കാതോലിക്കർ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സുറിയാനി അധ്യാപകനായിരുന്നു അച്ഛൻ. എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എന്നെ സുറിയാനിയിൽ ഡിഗ്രി കോഴ്സിൽ പഠിപ്പിച്ച് എന്നെ സുറിയാനി പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, ഒന്നും അറിയാത്തവനെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. എന്നെ സുറിയാനി ആബൂൻ ദിവസ്മായോ പഠിപ്പിച്ച പിതാവാണ് കുര്യൻ ദാനിയേലച്ചൻ. അച്ഛൻ നടത്തിയുള്ള പ്രസംഗങ്ങൾ നിങ്ങളെടുത്ത് റീവൈൻഡ് ചെയ്ത് നോക്കിക്കോ, നിങ്ങളും കേട്ടിട്ടുണ്ടതായിരിക്കുമല്ലോ. അച്ഛൻ എന്താ പ്രസംഗിച്ചത്? നന്നാകണം, ശരിയാകണം, ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല, ഈ മനസ്സ് കൊണ്ട് നടന്നാൽ ശരി, അതിന് ഈ മനസ്സ് മാറണം, ഈ മനസ്സിന് അന്തരം ഉണ്ടാകണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതായിരുന്നു കണ്ടന്റ്. ഇപ്പോൾ കണ്ടന്റ് എന്ന വാക്ക് വളരെ പ്രസിദ്ധമാണല്ലേ? നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടന്റ് എന്ന വാക്ക് ഒത്തിരി കേൾക്കുന്നുണ്ടല്ലോ. അച്ഛൻ്റെ പ്രസംഗം മാത്രമല്ല, ഈ ലോകത്തിൽ ആരൊക്കെ സുവിശേഷ പ്രസംഗം നടത്തിയാലും, കൺവെൻഷൻ യോഗം നടത്തിയാലും, എല്ലാ പ്രസംഗകരുടെയും ലക്ഷ്യം എന്താണ്? മനസ്സിനെ മാനസാന്തരപ്പെടുത്തുക, മാറ്റുക. മനസ്സാന്തരം, മനസ്സിന് അന്തരം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാകാം. നല്ല മനസ്സ്, ചീത്ത മനസ്സാകാം. ചീത്ത മനസ്സ് നല്ല മനസ്സാകാം. ഉദ്ദേശം എന്തുവാ? ചീത്ത മനസ്സ്, കൊള്ളരുതാത്ത മനസ്സ്, ശരിയല്ലാത്ത മനസ്സ് ശരിയായ മനസ്സിലേക്ക് മാറുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ കേട്ടിട്ടുള്ളത് എല്ലാ പ്രസംഗങ്ങളും, ഇപ്പം ഞാൻ പറയുന്ന പ്രസംഗവും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഈ പോക്ക് പോയാൽ ശരിയാകത്തില്ല, ഇത് മാറ്റം ഉണ്ടാകണം, ഇങ്ങനെ മാറണം, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ഇങ്ങനെ മാറണം എന്നുള്ളതാണ് പ്രസംഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച്, കേട്ടിട്ടുള്ളതിൽ വെച്ച്, അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച്, അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രസംഗം മാനസാന്തരപ്പെടുവീൻ എന്ന പ്രസംഗമാണ്, റിപ്പന്റ് എന്ന പ്രസംഗമാണ്. ആ പ്രസംഗം ഈ ലോകത്ത് ആദ്യമായി അവതരിപ്പിച്ച പുണ്യപിതാവ് ആരാണ്? നമ്മുടെ പിതാവാണ്. ഈ ലോകത്തിൽ ആ പ്രസംഗം ആദ്യമായി നടത്തിയത് ആ വാചകത്തിൽ. അതിന് മുമ്പും ദീർഘദർശിമാരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് മാനസാന്തരത്തെക്കുറിച്ച്. എന്നാൽ ഈ വാചകം പറഞ്ഞ് പ്രസംഗിച്ച്, നാടുനീളെ പ്രസംഗിച്ച് നടന്ന പുണ്യപിതാവാണ് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. ഈ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നുവോ, ഈ ദേവാലയം ആരുടെ പുണ്യ പെരുന്നാൾ, വലിയ പെരുന്നാൾ ഈ ദിവസങ്ങളിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്നുവോ, ആ വലിയ പിതാവ്
സ്നാപകൻ, മുന്നോടി, പ്രസംഗകൻ. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പ്രസംഗകൻ എന്നാണ്. അദ്ദേഹം ഒരു ശബ്ദമായിരുന്നുവെന്നും പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് മാനസാന്തരപ്പെടുവീ. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് യോഹന്നാൻ്റെ പ്രസംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ പ്രസംഗിക്കുകയാണ്, എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെട്ടോ, ജനത്തോട് പറയുക. തൻ്റെ അടുക്കൽ മാമോദീസ ഏൽക്കുവാൻ വന്ന ജനത്തോടെല്ലാം, കാണുന്നവരോടും കേൾക്കുന്നവരോടും എല്ലാം യോഹന്നാൻ പ്രസംഗിക്കുന്നതാണ്. റിപ്പൻ റിപ്പൻ റിപ്പൻ, മനസാന്തരപ്പെടുക മനസാന്തരപ്പെടുക, അനുദപിക്കുക അനുദപിക്കുക എന്ന പ്രസംഗമാണ് അദ്ദേഹം ചെയ്യുന്നത്. നിങ്ങൾ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്. അഭിമാനത്തോടെ പറയും, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്. നിങ്ങൾ അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞ് വാചകം അടിച്ചിട്ടോ വലിയ വായി വലിയ ഞെളിഞ്ഞു നടന്നിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ പോക്ക് ശരിയല്ല. മാനസാന്തരപ്പെടണം. ഇന്നത്തെ വേദഭാഗത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്, 2-3 കൂട്ടർ വന്ന് ചോദിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങ് മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടുന്നത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒന്നാമത്തെ കൂട്ടരോട് പറയുന്നത് അറിയാവോ? ഒന്നാമത്തെ കൂട്ടം ജനത്തോട് പറയുക, നിങ്ങൾ 2 വസ്ത്രമുള്ളവർ ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കണം ഒരെണ്ണം. മാനസാന്തരപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് പറയുക. 2 വസ്ത്രമുള്ള ഒരാൾ ഇല്ലാത്തവർക്ക് 1 വസ്ത്രം കൊടുക്കണം. അപ്പം അടുത്ത കൂട്ടർ ചുങ്കക്കാരാണ്. അവർ ടാക്സ് കളക്ട് ചെയ്യുന്നവരാണല്ലോ, ടാക്സ് കളക്ടേഴ്സ്, ചുങ്കക്കാർ. അവർ വന്ന് ചോദിക്കുന്നു, ഞങ്ങളെന്താ ചെയ്യണ്ടേ? അവരോട് യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ പിടിച്ചു പറിക്കാരാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു കൽപ്പനയുണ്ട്, ഒരു നിയമമുണ്ട്, നിശ്ചിതമായ തുകയുണ്ട് ഒരു ഭവനത്തിൽ നിന്ന് പിരിക്കാൻ. ആ തുകയെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾ പിരിക്കുന്നു, അഴിമതി കാണിക്കുന്നു, തിന്മ കാണിക്കുന്നു, ചതിവും വഞ്ചനയും കാണിക്കുന്നു. യഥാർത്ഥത്തിലുള്ളതല്ല നിങ്ങൾ പിരിക്കുന്നത്. നിങ്ങൾ ആ പരിപാടി നിർത്തണം. അത് നിങ്ങളെ വലിയ ആപത്തിലേക്ക് നയിക്കും. മാനസാന്തരപ്പെടണം. നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്ത മാറ്റണം. മറ്റുള്ളവനെ ചതിച്ച് വഞ്ചിച്ച് അവനിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന സ്വഭാവം നിങ്ങൾ നിർത്തണം. ചുങ്കക്കാരോടാ പറയുന്നത്. അടുത്ത ഒരു കൂട്ടർ വരുന്നുണ്ട്. ആ കൂട്ടരെ കുറിച്ച് പറയുന്നത് പടജനം, മിലിറ്ററി മെൻ, മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥരാണ് വന്ന് ചോദിക്കുന്നത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. നിങ്ങളിപ്പോൾ പോരാ പോരാ, നിങ്ങൾ കിട്ടുന്നതൊന്നും പോരാ എന്നും പറഞ്ഞ് ബഹളം വെക്കുകയാണ്, സമരം ചെയ്യുകയാണ്. അങ്ങനെ തന്നെ പറയല്ലേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. തൃപ്തിപ്പെടുക. നമുക്കെന്താണോ ഉള്ളത്, നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം. തൃപ്തിയില്ലായ്മ, അതൃപ്തി ഒരു പാപമാണ്. നിങ്ങൾ ആ മനസ്സ് മാറ്റണം. ആ മനസ്സിന് അന്തരമുണ്ടാക്കണം. തൃപ്തി ഉള്ളവരാകണം. ഈ 3 കൂട്ടരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വായിച്ച് കേട്ടത്. യോഹന്നാൻ്റെ പ്രസംഗങ്ങൾ ധാരാളം ഉണ്ടെന്നറിയാമല്ലോ. ഹെരോദ രാജാവിനോടും ഹെരോദ്യ രാജ്ഞിയോടും ബീലിപ്പോസിനോടൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ, വലിയ പ്രസിദ്ധമായ പ്രസംഗങ്ങളുണ്ട്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. 3 കൂട്ടം ആൾക്കാർ വന്ന് ചോദിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? ഇല്ലാത്തവരെ കൂടെ നിങ്ങൾ പരിഗണിക്കൂ. നിങ്ങളുടെ അയൽപക്കത്തും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ പള്ളിയിലും നിങ്ങളുടെ ദേശത്തും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ നിങ്ങളെക്കാട്ടിൽ പാപങ്ങൾ, പ്രയാസപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ ഉണ്ട്. അവരെ ഓടക്കം ശ്രദ്ധിക്കൂ. 2 വസ്ത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇല്ലാത്തവരുണ്ട് നിങ്ങളുടെ ചുറ്റുപാടും. അവരെ ഒന്ന് കൺസിഡർ ചെയ്യൂ, പരിഗണിക്കൂ. ആ പരിഗണന മനസ്സിന് അന്തരമുണ്ടാകുമ്പോൾ സംഭവിക്കേണ്ടതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സ് ആർത്തിയുടേതാണ്, എല്ലാം കൂട്ടിവെക്കുന്നതാണ്. സ്വന്തം സഹോദരനെയും പാവപ്പെട്ടവനെയും അയൽവക്കക്കാരനെയും കൂട്ടുകാരനെയും കണ്ടിട്ട് അവൻ്റെ ഇല്ലായ്മയെ പരിഗണിക്കാതെ എനിക്ക് വേണ്ടതെല്ലാം ഞാൻ സമ്പാദിച്ചു കൂട്ടുക, തെറ്റാണത്. അതാണ് പ്രസംഗം, ഇല്ലേ? ആ സ്വഭാവം മാറ്റൂ. നിങ്ങൾ പിടിച്ചു പറിക്കാരാകരുത്. നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണോ, ടാക്സ് കളക്ടേഴ്സാണോ, ജോലിക്കാരാണോ, നിങ്ങൾ അന്യൻ്റെ
പിടിച്ചു പറിക്കരുത്. അതാണ് രണ്ടാമത്തെ കൂട്ടരോട് പറയുന്നത്. അന്യൻ്റെ പിടിച്ചു പറിക്കാറാകരുത്. അയൽവക്കക്കാരൻ്റെ അതിര് തോണ്ടരുതെന്നാണ് എൻ്റെ അർത്ഥം. മറ്റുള്ളവനെ കബളിപ്പിച്ച് അവനിൽ നിന്ന് കൂടുതൽ പിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതല്ല. മൂന്നാമത്തത് പറയുന്നത് എന്താ? നിങ്ങൾ കിട്ടുന്നതിനെക്കുറിച്ച്, നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തൃപ്തരായിരിക്കുക. തൃപ്തി ഏറ്റവും വലിയൊരു ഒരു വികാരമാണ്, നമ്മുടെ വികാരമാകേണ്ടതാണ് നമ്മൾ. തൃപ്തിയെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് പറയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. എൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു നിർത്തും. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തൃപ്തിയുണ്ടോ? നമുക്കിപ്പോൾ ഉള്ളതിനെക്കുറിച്ച് തൃപ്തിയുണ്ടോ? യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, നിങ്ങൾ തൃപ്തിയുള്ളവരായിരിക്കുക. മനസ്സാന്തരപ്പെടുവീൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഡയമെൻഷനാണ് തൃപ്തിയുള്ളവരായിരിക്കുക. നമ്മുടെ ശമ്പളം, ഇപ്പോൾ ശമ്പളം വാങ്ങിക്കുന്നവരും ജോലി കഴിഞ്ഞവരും പെൻഷൻകാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ജോലി ചെയ്യുന്നവർ നമ്മുടെ ശമ്പളത്തിൽ നമ്മൾ തൃപ്തിയുള്ളവരാണോ? ആരെങ്കിലും ഈ ലോകത്ത് ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തിയും ശമ്പളത്തിൽ സംതൃപ്തിയുള്ളവരുണ്ടോ? ഞാൻ പറയും 95% പേരും ഇപ്പം കിട്ടുന്ന ശമ്പളം പോരാന്ന് പറയുന്നവരാണ്. ജോലി ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആണ്, സംശയിക്കണ്ട. നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ തൃപ്തിയുള്ള ആളാണെന്ന് പറഞ്ഞാൽ ഞാൻ സേഫാണ് കേട്ടോ. 95% പറഞ്ഞോളൂ, ബാക്കിയൊരു 5% ഉണ്ട്. നിങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടു എന്ന് വിചാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സംതൃപ്തിയുള്ളവരാണോ? മേപ്രാൽ ഇടവകയിൽ എനിക്ക് സന്തോഷത്തോടെ പറയാമായിരിക്കല്ലേ, ഭർത്താക്കന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ തൃപ്തിയുള്ളവരാണോ? കുടുംബജീവിതത്തെക്കുറിച്ചാണ്. തിരിച്ചു ചോദിക്കുക ഭാര്യമാരോട്, നിങ്ങൾക്ക് കിട്ടിയ ഭർത്താക്കന്മാരിൽ തൃപ്തിയുണ്ടോ? അതോ ഇത് ലൈവായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് പറയുന്നതിനകത്തൊക്കെ ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്തേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിനെക്കാട്ടിൽ നല്ലതിനെ കിട്ടുമായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണോ? ആരാണ്ട് ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ 95 കഴിഞ്ഞിട്ടുള്ള 5% പെടുന്നവരാണ് സമ്മതിച്ചിരിക്കുന്നത്. സ്വന്തം ഭാര്യ, ഇവളെക്കാട്ടിൽ എത്രയോ നല്ല ആൾക്കാരെ ഞാൻ കണ്ടതാണ്, എത്രയോ പേര് ഈ ലോകത്തുണ്ടായിരുന്നു. നിങ്ങളാരും ചിരിക്കുകയും നിങ്ങളാരും അതിനെ പരിഭവിച്ച് ഞാൻ പറയുന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. സത്യത്തിൽ ഇന്ന് സമൂഹ നിരീക്ഷണം നടത്തുന്നൊരു വ്യക്തിക്ക് പറയാൻ പറ്റും, 95% പേരുടെയും ചിന്താഗതി ഇതാണ്. പിന്നെ ഇത്രയും ആയില്ലേ, അങ്ങ് പോകാം. തൃപ്തിയില്ല, സംശയിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, തൃപ്തിയുള്ളവരാണ്. ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നവർ ബാക്കി 5% പെടുന്നു. നിങ്ങൾ സേഫാണ്, ഞാനും സേഫാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വീടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീട് എല്ലാ സൗകര്യങ്ങളുമുള്ള തൃപ്തിയോടെയാണോ നിങ്ങൾ വീട്ടിൽ താമസിക്കുന്നത്? ഞാൻ പറയും 90% പേരും പറയും, ഈ വീട് പോരാ. എന്താ ഈ വീടിന് കുഴപ്പം? 2 മുറിയും 1 ടോയ്ലറ്റുമേ ഉള്ളൂ. അതെന്തിനാ ഈ ഉള്ളൂ എന്ന് ചേർത്ത് അവിടെ? എൻ്റെ വീട്ടിൽ 2 മുറിയും 1 ടോയ്ലറ്റുമേ ഉള്ളൂ. എന്താ ഈ ഒള്ളി ഇംഗ്ലീഷിൽ ഒള്ളി എന്നാണല്ലോ. ഐ ഹാവ് ഒള്ളി 2 bedrooms and 1 toilet. എന്തുകൊണ്ടാണ് ഈ ഒള്ളി അവിടെ ചേർത്ത്, ഉള്ളൂ എന്ന് അവിടെ ചേർത്ത്? എന്തിനാ? പോരാ, എനിക്ക് കുറച്ചുകൂടെ വിശാലമായ മുറി സൗകര്യങ്ങളും ടോയ്ലറ്റിൻ്റെ എണ്ണവും ഒക്കെ വേണം. നിങ്ങൾ സംശയിക്കേണ്ട, അങ്ങനെ ചിന്തിക്കുന്നവരോടുണ്ടാകാം. ഞാൻ അതിൻ്റെ മറുഭാഗം മറ്റൊരു കാര്യം കൂടെ ചോദിക്കാം. ഒരു മോനോ ഒരു മോളോ, ഞാനിത് ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മോനോ ഒരു മോളോ ഉള്ളവർ അവരോട് ചോദിക്കുക. ഞങ്ങൾ പലപ്പോഴും ചോദിക്കും ഈ പേരൻസിനെ പരിചയപ്പെടുമ്പോൾ, എത്ര മക്കളാണ് ഉള്ളത്? ഒരു മോനെ ഉള്ളൂ. എന്തിനാ അവിടെ ഉള്ളൂ എന്ന് ചേർക്കുന്നേ? ചില മക്കളൊക്കെ ചിരിക്കുന്നത്, ഞാൻ ഒരു മോളുള്ളവരാണോ? ഒരു മോനെ ഉള്ളൂ. എന്താ ഈ ഉള്ളൂ എന്ന് ചേർക്കുന്നത്? എന്തിനാ അവിടെ? ഒരു മോളെ ഉള്ളൂ എന്തിനാ അങ്ങനെ പരിചയപ്പെടുത്തുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്? അതിനെ ഉള്ളൂ എന്ന് പറയുന്നത്, ഐ ഹാവ് 1 daughter, ഐ ഹാവ് 1 son. എനിക്കൊരു ഉണ്ടെന്നല്ലേ പറയേണ്ടത്? ഉള്ളൂ എന്നാണോ പറയേണ്ടത്? എന്താ കാര്യം എന്നറിയോ? തൃപ്തിയില്ലായ്മയാണ്.
ദൈവം നമുക്ക് ദാനമായി തന്നത്, നമുക്ക് കൃപയായി തന്നത് തൃപ്തിയോടെ അനുഭവിക്കണം എന്നാണ് യോഹന്നാൻ ആ ജനത്തോട് പറഞ്ഞത്. അത് ശമ്പളമായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, മകനായിക്കൊള്ളട്ടെ, മകളായിക്കൊള്ളട്ടെ, 2 ബെഡ്റൂം 1 ടോയ്ലറ്റുമുള്ള വീടായിക്കൊള്ളട്ടെ. എനിക്ക് കാറില്ല, സ്കൂട്ടറേ ഉള്ളൂ. സ്കൂട്ടറുണ്ട് എന്ന് പറയണം. കാറില്ല, സ്കൂട്ടറേ ഉള്ളൂ. എന്തിനാ ഉള്ളൂ എന്ന് പറയുന്നേ? എനിക്ക് സ്കൂട്ടറേ ഉള്ളൂ, എന്തിനാ ഉള്ളൂ എന്ന് പറയുന്നേ? എനിക്കൊരു സ്കൂട്ടറുണ്ട്, എനിക്കൊരു സൈക്കിളുണ്ട്. എന്താ? എനിക്ക് സൈക്കിളേ ഉള്ളൂ. എന്തിനാ ഉള്ളൂ ചേർക്കുന്നത്? എനിക്ക് സൈക്കിളുണ്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥമായ നീതിയുള്ള ജീവിതം. നീതിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും ബഹുമാനവും ഞാൻ എൻ്റെ ഹൃദയവിചാരങ്ങളിൽ സൂക്ഷിക്കുന്നതിനാണ്. എനിക്കുണ്ട്. എനിക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നതല്ല, മറിച്ച് ഉള്ളത്. പടജനം വന്ന്, മിലിറ്ററിക്കാർ വന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞതാണ്, നിങ്ങളുള്ളത് കൊണ്ട്, നിങ്ങളുടെ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടുവീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് 20 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കും. ഈ സന്ധ്യയിൽ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ നമ്മളോട് പ്രസംഗിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. എന്തിനാ മാനസാന്തരപ്പെടേണ്ടത്? 2-3 കാര്യങ്ങൾ യോഹന്നാൻ പറയുന്നുണ്ട്. ചുറ്റുപാടിനെ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നമ്മളെക്കാട്ടിൽ പാപങ്ങളുണ്ട്, അവരെ ഒന്ന് പരിഗണിക്കൂ. അവർക്ക് പ്രാർത്ഥന കൊടുക്കാം, നമ്മുടെ കാശിൻ്റെ വിഹിതം അവർക്ക് കൊടുക്കാം, നമ്മുടെ ആഹാരത്തിൻ്റെ വിഹിതം കൊടുക്കാം, നമ്മുടെ വസ്ത്രത്തിൻ്റെ വിഹിതം കൊടുക്കാം. ഇവിടെ തന്നെ വേദഭാഗത്ത് പറയുന്ന 2 വസ്ത്രമുള്ളവൻ 1 കൊടുക്കൂ. അതുപോലെ ആഹാര സാധനങ്ങൾ കൊടുക്കൂ. 2-ാമത്തെ കൂട്ടോട് പറയുന്നു, അന്യൻ്റെ കാശും സ്ഥലവും സ്വത്തും പിടിച്ചു പറിക്കരുതേ. നമുക്ക് അവകാശപ്പെട്ടത് മാത്രമേ നമുക്ക് അവകാശമായി സ്വീകരിക്കാവൂ. 3-ാമത് പറയുന്നു, നിങ്ങൾക്കുള്ളത് ശമ്പളമായിക്കൊള്ളട്ടെ, കുടുംബമായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, വീടായിക്കൊള്ളട്ടെ, വാഹനങ്ങളായിക്കൊള്ളട്ടെ, വസ്ത്രങ്ങളായിക്കൊള്ളട്ടെ, എനിക്ക് തൃപ്തിയോടെ ഞാൻ അനുഭവിക്കും. എൻ്റെ ദൈവത്തോട് നന്ദിയും സ്തുതിയും സ്തോത്രവും കടപ്പാടും അറിയിച്ച് ജീവിക്കും എന്ന് പറയുന്നതാണ് ക്രൈസ്തവികത. മാനസാന്തരപ്പെടുവീൻ എന്നതിൻ്റെ അർത്ഥം. ഈ ലോകം കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രസംഗം മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 20 മിനിറ്റ്. താങ്ക് യു.